ലൈവ് ന്യൂസ് പുതുക്കാട്. ആമ്പല്ലൂർ വടക്കുമുറി സ്വദേശികൾ വെള്ളപ്പൊക്ക ഭീതിയിൽ. അളഗപ്പ നഗർ പഞ്ചായത്ത് 1-ാം വാർഡിൽ ആമ്പല്ലൂർ വടക്കുമുറി പ്രദേശത്തുണ്ടാകുന്ന വെള്ളപ്പൊക്ക ദുരിതത്തിന് പരിഹാരം തേടി ശോഭനം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ വടക്കുമുറി സെന്ററിൽ ഒത്തുകൂടിയ ജനങ്ങൾ തുടർച്ചയായി ഈ പ്രദേശത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരത്തിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്തു. മണലിപ്പുഴയുടെ ആഴവും വീതിയും വീണ്ടെടുത്ത് നീരൊഴുക്ക് സുഗമമാക്കുക, മണലിപ്പുഴയുടെ വശങ്ങൾ കെട്ടിയുയർത്താൻ പദ്ധതി രൂപീകരിക്കുക, മണലിപ്പുഴയിൽ നിന്നും കവിഞ്ഞുവരുന്ന വെള്ളം പോകുന്ന കേളി തോടിന്റെ വീതി കുറവിന് കാരണമായ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കി പൂർവ്വസ്ഥിതിയിലാക്കുക, മണലിപ്പുഴയിൽ കേളി തോടിന്റെ ആരംഭത്തിൽ ഷട്ടർ തടയണ നിർമ്മിക്കുക, അടഞ്ഞുകിടക്കുന്നതും നീരൊഴുക്ക് തടസ്സപ്പെട്ടും കിടക്കുന്ന 6ഓളം തോടുകൾ പൂർവ്വസ്ഥിതിയിൽ ആക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ടർ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനം നൽകാൻ തീരുമാനമെടുത്തു. പീച്ചി ഡാം നിയന്ത്രണമില്ലാതെ തുറന്നതും പ്രദേശത്ത് വെള്ളം കയറാൻ കാരണമായെന്നും ഡാം തുറന്നതിലെ വീഴ്ച അന്വേഷിക്കണമെന്നും ചർച്ചയിൽ ആവശ്യപ്പെട്ടു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തുടർ നടപടികൾക്കായി നിലകൊള്ളാനും ജനകീയ കൂട്ടായ്മയിൽ തീരുമാനമായി. 2018 കൊണ്ട് നടന്നു. 6 ദിവസം ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ദുരിതമായിരുന്നു. ഇപ്പൊ വീണ്ടും ഞങ്ങള് 11 മണിക്ക് രാത്രി കൊണ്ടുപോയത് വൈക്കളയൊക്കെ. പുലക്കാട്ടുകര റെഗുലേറ്റർ മുതൽ ഓടഞ്ചിറ വരെയുള്ള പുഴ വീതി കുറവുണ്ട്. പല ഭാഗത്തും തിട്ടുകൾ പിടിച്ചിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് നീക്കം ചെയ്ത് കിട്ടിയ പകുതി ഇവിടുത്തെ വെള്ളത്തിന് ശാശ്വത പരിഹാരമാവും. ഒന്ന് പാലിയക്കര പുലക്കാട്ടുകര ഓട്ട് കമ്പനി ഉണ്ടായിരുന്നു. അവിടുത്തെ കുറേ ഓട്ടുമുറികൾ പുഴയിൽ കൊണ്ട് തട്ടിയിട്ട് നമ്മളെ ആമ്പല്ലൂർ വടക്കുമുറിയിൽ അപ്പുറത്ത് അതായത് കല്ലുടുമ്പിന്റെ അപ്പുറമുള്ള കടവിൽ മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് വൃത്തിയാക്കണമെന്ന്. പിന്നെ ഇപ്പോൾ ഹൈവേ വന്നതിന് ശേഷം ഞാൻ സർവീസിലായിരുന്നു. പക്ഷെ സർവീസിലായിരുന്ന കാലത്ത് വന്നതിന് ശേഷമാണ് ഈ ഹൈവേയുടെ പണികളൊക്കെ കാണുന്നത്. പുതുക്കാട് മേഖല തൊട്ട് നമ്മുടെ പാലിയക്കര വരെ 9 പാലങ്ങളുണ്ടായിരുന്നു. അളഗപ്പ നഗർ 1-ാം വാർഡിലെ 160 കുടുംബക്കാരാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഈ 160 കുടുംബക്കാർക്ക് 2018 മുമ്പ് ചെറിയ തോതിൽ മാത്രമേ കണ്ണിക്കാൽക്ക് വെള്ളം വന്നിട്ടുള്ളൂ ഈ റോഡിൽ. അത് അപ്പൊ തന്നെ അത് ഒഴുകി പോകാനുള്ള സൗകര്യങ്ങളൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പിന്നെ 18-ലാണ് ആ വെള്ളം വന്നിട്ടുള്ളത്. ആ 18 ഗുരുതരായി. അതിനുശേഷം പിന്നെ വെള്ളം വന്നു ഇപ്പോഴാണ്. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണത്. തെക്കേ ഭാഗത്ത് കുണ്ടികാവിന്റെ താഴത്തൊരു പാലം നിൽക്കുന്നുണ്ട്. ആ പാലത്തിന്റെ വീതി കുറഞ്ഞ് അവിടുത്തെ സമീപവാസികള് ഇറക്കി കെട്ടി അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക കാരണം വിടുത്തു കുറഞ്ഞു. വെള്ളം ഒഴുകി പോകാനുള്ള സുഗമമായ പ്രവർത്തനം അത് കുറഞ്ഞതിന് ശേഷമാണ് കുറെ വെള്ളം ഒഴുകി പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടായത്. കുണ്ടികാവിന്റെ അവിടെയുള്ള അനധികൃതമായിട്ട് അത് പൊളിച്ചു കളഞ്ഞ അവിടെ വീതി വെപ്പിക്കണം. പിന്നെ പോയിട്ട് ഈ ഭാഗത്ത് വടക്കേ ഭാഗത്ത് പുഴയുടെ അവിടെ ഒരു തിട്ട കെട്ടി വെള്ളത്തിനെ തള്ളിച്ച കുറയാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഈ തോടിന്റെ ഏറ്റവും വടക്കേ ഭാഗത്ത് ശരിയായിട്ടുള്ള ചീപ്പ് പ്രവർത്തിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം ഒഴുകിപ്പോവാനുള്ള സൗകര്യങ്ങൾ യാതൊന്നുമില്ല. ഉയരല്ല, ബണ്ട് കെട്ടിയതിന് ഉയരല്ല. അതിന്റെ ആ സൈഡിൽ കൂടെ ഒക്കെയാണ് കനാലിലേക്ക് വെള്ളം വരുന്നത്. ആ കനാലിലേക്ക് വെള്ളം വരുമ്പോ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വെള്ളം വരും. പിന്നെ മുരളിയേട്ടന്റെ വീടിന്റെ ബാക്കിൽ കൂടെ ഞങ്ങളുടെ മതിലിന്റെ ഇടിച്ചു കളഞ്ഞിട്ട് വെള്ളം വന്നിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോ ആ ഭാഗമൊക്കെ ഉയരം കൂട്ടണം. ഈ ബണ്ട് കെട്ടിയിട്ട് അന്ന് കെട്ടിയത് ശരി, പക്ഷെ അതിനേക്കാളും ഉയരം കൂട്ടിയെങ്കിലേ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരാണ്ടിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ഒഴുകി പൊക്കോളും. വീട്ടിലേക്ക് വെള്ളം കയറി നടന്നില്ല. രാത്രി 10 മണിക്ക് ഇപ്പൊ ഞാൻ വീട്ടിൽ അമ്മേനെയും ഭാര്യനെയും അമ്മേനൊക്കെ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് കൊണ്ടുപോയി. ഇവിടുത്തെ കനാല് പണിത് റോഡ് പൊളിച്ച് കനാല് പൂർവ്വസ്ഥിതി ഇതാക്കാണ്ട് ഇവിടുത്തെ ഒന്നും നടക്കില്ല. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.